ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് മനുഷ്യർ. സ്വന്തമായും അല്ലെങ്കിൽ മറ്റു മുതലാളിമാർക്കും ഗവൺമെൻറ്റിനും പബ്ലിക് ആയിട്ടുള്ള കമ്പനികൾക്കും ചെറിയ ചെറിയ കമ്പനികൾക്ക് വർക്ക്ഷോപ്പുകളിൽ ചെറിയ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങി ചെറിയ യൂണിറ്റുകൾ, ചാരിറ്റബിൾ സൊസൈറ്റികൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിന് നല്ലതുപോലെ വരുമാനം, വലിയ തോതിൽ വരുമാനം, കോടിക്കണക്കിന് രൂപ വരുമാനം, ഓരോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള സാലറി, നിങ്ങൾ തൊഴിൽ ചെയ്ത് അവർക്കുണ്ടാക്കി കൊടുക്കുന്ന ലാഭം, അതിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്, അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 18 വയസ്സോ 20 30 വയസ്സൊക്കെ ആയ ആൾക്കാർ ജോലിക്ക് പോകുന്നു. അവരുടെ പിന്നെ വരുന്ന ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ നാം ജോലി ചെയ്യുമ്പോൾ നമുക്ക് വാർദ്ധക്യം വരും. ജോലി ചെയ്തില്ലെങ്കിലും വാർദ്ധക്യം വരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഓർമ്മ വേണം, നമുക്ക് വാർദ്ധക്യം വരും, ആ സമയങ്ങളിൽ നമുക്ക് വരുമാനം ഉണ്ടാകണം. അതല്ലെങ്കിൽ നമ്മുടെ യൗവനം കഴിയുമ്പോൾ നമുക്ക് മക്കളുടെ മക്കൾ അങ്ങനെ തലമുറകൾ പോകും, അവർക്ക് നമ്മൾ സംഭാവനകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ആവശ്യമായ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. 1 കോടി രൂപ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കോടി 10 ലക്ഷം രൂപ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് തരുന്നത് വെറും 5000, 2000, 3000 രൂപകളായിരിക്കും. ഞാനിവിടെ പലതും കാണുന്നുണ്ട്. 2000, 3000, 4000 രൂപയ്ക്കൊക്കെ ഇന്നും ജോലിക്ക് പോയി രാവിലെ 7 മണിക്ക് മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നവരൊക്കെ കാണാറുണ്ട്. കൂലിവേലയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂലിവേലക്കാർക്ക് നല്ല ശമ്പളമുണ്ട്. ഓരോ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരാണ്, പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഒക്കെ. അപ്പോൾ നമ്മൾ ആ വരുമാനത്തിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് വാങ്ങണം അവരിൽ നിന്ന്. എല്ലാവരും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ, എന്ത് തൊഴിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കൂടിയിരിക്കുന്നു, അപ്പോൾ മുതലാളിക്ക് ക്ഷാമമില്ല, അങ്ങനെ വരുമ്പോൾ അവർ ശമ്പളം കുറച്ച് തരാൻ ശ്രമിക്കും. അങ്ങനെയല്ല, നമുക്ക് മതിയായ ശമ്പളം വേണം എന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. നമ്മളെ പിരിച്ചുവിട്ട് കളയുമോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മളൊരു സ്വയം തൊഴിൽ പദ്ധതി ആസൂത്രണം ചെയ്യണം. നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലി കൊണ്ടുള്ള വരുമാനം കൊണ്ടുള്ള ജീവിതം മാത്രം ആശ്രയിക്കരുത്. എപ്പോഴും ഓരോ തൊഴിലാളിക്കും, ഓരോ കുടുംബങ്ങൾക്കും ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാവണം. ഒരു ചെറിയ കുടിൽ വ്യവസായം എല്ലാ വീടുകളിലും ആവശ്യമാണ്. നിർബന്ധമായ നമ്മളെ ശ്രദ്ധിക്കുക. നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഒരു അസുഖം വന്ന് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആ സ്ഥാപനം പൊളിഞ്ഞു പോയി എന്ന് വന്നേക്കാം, ആ ജോലി നഷ്ടപ്പെടും. അതല്ലെങ്കിൽ അവിടെ നമ്മൾ ശമ്പളം കൂടി ചോദിച്ചപ്പോൾ നമ്മളെ പിരിച്ചു വിട്ടേക്കാം, അപ്പോൾ നമുക്ക് തൊഴിൽ നഷ്ടപ്പെടും. അതിന് പരിഹാരമായി ഉള്ള സമയത്ത് നമ്മുടെ എല്ലാ വീടുകളിലും ഓരോ ചെറിയ കുടിൽ വ്യവസായങ്ങൾ, അത് എന്തുമാകാം. പേടിക്കരുത്. കുടിൽ വ്യവസായം പഠിച്ചിട്ട് എവിടെ കൊടുക്കും, എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. തീർച്ചയായും നിങ്ങൾ പ്രൊഡക്ഷനുണ്ടാക്കി എവിടെയാണോ മാർക്കറ്റ് കിട്ടാവുന്ന ആ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കാവുന്നതാണ്.
ആയിരക്കണക്കിന് പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. എല്ലാ മനുഷ്യർക്കും എല്ലാം ആവശ്യമുള്ള അനേകം പ്രൊഡക്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ കൂണുണ്ടാക്കാവുന്നതാണ്. എല്ലാ വീടുകളിലും ചെയ്യാം. പേപ്പർ കവർ നിർമ്മാണം എല്ലാ വീടുകളിലും ചെയ്യാം. കൃഷിയിൽ നിന്നുള്ള പ്രൊഡക്ഷനുകൾ, വാഴയ്ക്കൊക്കെ പീസാക്കി ഉണക്കി കൊടുക്കാവുന്ന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പൊടിച്ചു കൊടുക്കാവുന്ന സംവിധാനങ്ങൾ എന്ന് വേണ്ട പലതരത്തിൽ ആയിരക്കണക്കിന് പ്രൊഡക്ഷൻ എടുക്കാവുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൊള്ളാവുന്ന അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള യൂണിറ്റുകൾ, സ്വയം തൊഴിൽ പദ്ധതികൾ എല്ലാ വീടുകളിലും ഒരു കുടിൽ വ്യവസായം പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മെയിനായിട്ട് ജോലിക്ക് പോകുന്നവർ മതിയായ ശമ്പളം വാങ്ങേണ്ടത് ആവശ്യമാണ്. മതിയായ ശമ്പളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 1000 രൂപ വരുമാനമുണ്ട്, നിങ്ങൾ 2000 രൂപ ശമ്പളം ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാകും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 1 കോടി രൂപ 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ചോദിക്കാം. 1 കോടി രൂപ മതി മുതലാളിക്ക്. ഇന്ന് എല്ലാവരും അവരവരുടെ ജീവിതം സേഫാക്കുക, നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ജീവിതം ഒരിക്കലേ ഉള്ളൂ. നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതമില്ല. അപ്പോൾ നമുക്ക് ചെയ്യുന്ന തൊഴിലിന് അനുസരിച്ചുള്ള കൂലി കിട്ടിയാലേ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഭദ്രമാക്കാൻ കഴിയുള്ളൂ. മതിയായ ശമ്പളം വാങ്ങി ജോലിക്ക് പോവുക. അല്ലാതെ ഇന്ന് ഞാൻ കാണുന്ന പലരുമുണ്ട് 1000, 2000, 3000 രൂപയ്ക്കൊക്കെ ഇന്നും ജോലിക്ക് പോകുന്നത്. അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ ഒപ്പം ഒരു കുടിൽ വ്യവസായം കൂടി പദ്ധതി പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പിന്നീട് വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായിട്ട് വരാം. ബൈ.